ഏതൊരു മനുഷ്യനും പുലർത്താവുന്ന ഏറ്റവും ക്വാളിറ്റിയുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഒന്നിനോടും വിധിക്കാതെ ജീവിക്കുക എന്നുള്ള. പരാതിപ്പെടാനായിട്ട് 10,000 കാരണങ്ങളുണ്ടായിരുന്ന ഈ മനുഷ്യൻ ഇങ്ങനെ ഒന്നിനോടും പരാതിപ്പെടാതെ കടന്നുപോയി. നിങ്ങൾ സ്പിരിച്വലാകുക എന്നതിൻ്റെ അർത്ഥം തന്നെ ഇങ്ങനെ ജെനുവിൻലി ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ള. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. എൻ്റെ ചെറിയ ഒരു പ്രായത്തിലാണ് സെൻറ്റ് സ്റ്റോറീസിൽ നമുക്കൊരു താല്പര്യം ഉണ്ടായത്. ബുദ്ധ പാരമ്പര്യങ്ങളിൽ നിന്ന് തളർത്തിട്ടുള്ള സാരോപദേശ കഥകളാണ് ഈ സെൻറ്റ് സ്റ്റോറീസ്. അപ്പോൾ അതിലൊരു കഥയുടെ ശീർഷകം ഇങ്ങനെയാണ്: നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വയോധിക. എനിക്ക് തോന്നുന്നു ഗുരുനിത്യയുടെ ട്രാൻസ്ലേഷനാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഇത്തരം കഥകൾ വിവർത്തനം ചെയ്തത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നത് ഗുരുനിത്യയാണ്. അപ്പോൾ ആ കഥ ഇങ്ങനെയാണ്: ഒരു വയോധിക നിരന്തരം കരച്ചില്ല. അതിന് കാരണമായിട്ട് അവൾ പറയുന്ന, അവൾക്ക് 2 മക്കളുണ്ട്. ഒന്നൊരു പൂക്കാരി മകളായി, പൂന്തോട്ടമൊക്കെ നട്ടു വളർത്തി പൂവിറ്റ് ജീവിക്കുന്ന ഒരു സ്ത്രീ, ഒരു മകൾ. മറ്റേത് ഇങ്ങനെ പപ്പടം ഉണ്ടാക്കുന്ന ഒരു പപ്പടക്കാരി മകളാണ്. കരച്ചിൽ കാരണം ഒന്നെങ്കിൽ മഴയോ വെയിലോ ഒക്കെ ആയിരിക്കുമല്ലോ ഒരു കാലത്തിൻ്റെ ഒരു കാലാവസ്ഥ. അപ്പോൾ മഴ പെയ്യുമ്പോൾ ഇവളുടെ ദുഃഖം ഈ തൻ്റെ പപ്പടക്കാരി മകൾ ഇന്നെന്ത് ചെയ്യും? അവളെങ്ങനെ അതൊക്കെ ഉണക്കും? എങ്ങനെ അവൾ ചന്തയിൽ പോകും? എങ്ങനെ ചന്തയിലത് വിൽക്കും? അതേ നേരത്ത് തന്നെ വെയിൽ വരുമ്പോൾ ഈ ദുഃഖം ഇങ്ങനെ പൂക്കാരി മകളൊക്കെ വെച്ചായി. അവൾ ഈ പൊരിവെയിലത്ത് ഇതിന് മീതെ ഒത്തിരി ക്ലേശിക്കേണ്ടതായിട്ട് വരും. അവൾക്ക് ഇങ്ങനെ വെള്ളം കോരി ചെടികൾക്ക് വെള്ളം കോരി തളരേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ചെടികൾ കരിഞ്ഞു പോകും. അപ്പോൾ ഓരോ ദിവസവും ഈ സ്ത്രീക്ക് കരയാനായിട്ട് കാരണമുണ്ട്. ഇപ്പോൾ ഗുരു അവളോട് പറയുന്നുണ്ട്, നിനക്ക് എന്തുകൊണ്ട് കാര്യങ്ങൾ ഒന്ന് മാറി ചിന്തിച്ചുകൂടാ? മഴ വരുമ്പോൾ ഇങ്ങനെ പൂക്കാരി മകളുടെ സൗഭാഗ്യത്തെ ഓർമ്മിക്കുക, വെയിൽ വരുമ്പോൾ ഇങ്ങനെ പപ്പടക്കാരി മകളുടെ അനുഗ്രഹത്തെ ഓർമ്മിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കഥ വായിക്കുന്ന ആ ചെറിയ പ്രായത്തിൽ എനിക്കത് എക്സാജറേറ്റഡ് സ്റ്റോറി ആയിട്ടാണ് തോന്നിയത്. അങ്ങനെ നിരന്തരം പരാതി പറയുന്ന മനുഷ്യർ ഈ ഭൂലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് വെറുതെ ഒരു കഥ, വളരെയേറെ എക്സാജറേറ്റ് ചെയ്തൊരു കഥയായിട്ടല്ലാതെ അനുഭവപ്പെട്ടേ ഇല്ല. പക്ഷെ ഒരു മധ്യവയസ്സിലെത്തുമ്പോൾ എനിക്ക് പിടുത്തം കിട്ടുന്ന, ഞാൻ ഉൾപ്പെടെയുള്ള മിക്കവാറും മനുഷ്യരുടെ സത്തയെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് ഈ നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീ. അവർ ചുറ്റും നടക്കുന്ന ഒരു സന്തോഷം അറിയുന്നില്ല. അവരിങ്ങനെ നിരന്തരം പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തന്നെ ബോധ്യപ്പെടും. ഇപ്പോൾ ഒരു വളരെയേറെ നമ്മളോട് ഇൻറ്റിമസി പുലർത്തുന്ന കുഞ്ഞുങ്ങളുടെ ഓരോ കാര്യത്തിനകത്തും ഒരു പക്ഷേ നമ്മളൊരു പ്രാർത്ഥന ബലം ചെയ്യുന്ന കരുതുന്ന ഒരു അനിത്യ കണക്ക് ഒരു പെൺകുട്ടി എനിക്കുണ്ട്. 2 മുതിർന്ന മക്കളുണ്ട് അവർക്ക്. അപ്പോൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ അവർക്ക് എപ്പോഴും ഒരു പരാതി പറയാനായിട്ടുണ്ടാകും. അതിനകത്ത് ഒരു കുഴപ്പമില്ല, അത്രയും അടുപ്പവും സ്നേഹമുള്ളതുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനിടയിൽ മകൾക്ക് കിട്ടിയ ഒരു വലിയൊരു നേട്ടത്തെക്കുറിച്ച് അമ്മ പറയാൻ വിട്ടുപോയി. അപ്പം അതിനെക്കുറിച്ചൊരു വീണ്ടും വിചാരമുള്ളപ്പോൾ അവരിങ്ങനെ ഒരു മെസ്സേജ് ചെയ്തു. എപ്പോഴും ഇങ്ങനെ സങ്കടങ്ങൾ പറഞ്ഞ് ജീവിതത്തിൻ്റെ ഭംഗിയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ മറന്നുപോയി. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഈ പരാതി പറയുന്ന ഒരു ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഭംഗിയുള്ള ചില അംശങ്ങൾ കാണാതെയും അതിനെ ഓർത്ത് കണ്ണ് നിറയാതെയും അതിന് മീതെ ഹൃദയം കൃതജ്ഞതാഭരിതമൊക്കെ ആയിട്ട് കടന്നു പോകുക എന്നുള്ളത് ഒരു മോശപ്പെട്ട കാര്യം തന്നെ. ഇങ്ങനെ കംപ്ലൈൻറ്റ് ഈസ് ആൻ ഇൻസൾട്ട് ടു ഗോഡ് എന്നൊക്കെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. എല്ലാ പരാതികളും ഈ ദൈവത്തിനെതിരായിട്ടുള്ള അവഹേളനമാണെന്ന് പറയുക. കാരണം ഇതിനെ ഡിസൈൻ ചെയ്ത, ഇതിനെ പരിപാലിക്കുന്ന ഒരാൾക്ക് മീതെയുള്ള നിങ്ങളുടെ വെല്ലുവിളിയായിട്ട് വേണമെങ്കിൽ പോലും ഈ കംപ്ലൈൻറ്റിനെ കാണാവുന്നേ ഉള്ളൂ. ഞാനിത് പറയാനുള്ള പ്രധാനപ്പെട്ടൊരു കാരണം, ഞങ്ങളുടെയൊക്കെ ആശ്രമങ്ങളിലെ വയോധികരായ സന്യാസികൾ ജീവിച്ച ഒരു ഭംഗിയുള്ള പ്രസാദമുള്ള ഒരു വാർദ്ധക്യത്തെക്കുറിച്ച് ഉള്ള ഓർമ്മയിൽ നിന്നാണ്. വേണമെങ്കിൽ
ക്ലേശകരമാക്കാവുന്ന, പരാതി കൊണ്ട് കഠിനമാക്കാവുന്ന സായന്തനങ്ങളെ അവർ ഈ പരാതിയില്ലാതെ ജീവിച്ചും വിധിവാചകങ്ങൾ ഉച്ചരിക്കാതെയും കൂടെ പാർക്കുന്നവരെ പ്രചോദിപ്പിച്ചുമൊക്കെ മടങ്ങിപ്പോയതിൻ്റെ ഭംഗിയുള്ള സായന്തനകാലം ഞങ്ങളുടെ എല്ലാ ആശ്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് കൊണ്ട് മനുഷ്യർ പരാതി പറയുന്നു എന്നുള്ളത് വളരെ ഹെവിയായൊരു കാര്യമായിട്ട് ഇപ്പോൾ അനുഭവപ്പെടുന്നു. അപ്പം അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട ഒരു വൈദ്യം കടന്നുപോയി. തോമസ് ജേക്കബ് അച്ഛൻ എന്നാണ് പറയുന്നത്. അപ്പോൾ പലരുടെയും നവസന്യാസ പരിശീലകനായിട്ടാണ് അദ്ദേഹം നിലനിന്നിരുന്നത്. ഊഷ്യരെന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ഓർമ്മിച്ചെടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മരണ നേരത്ത് ഇങ്ങനെ കൂടെ ഇല്ലാതെ പോയെന്നൊക്കെ ഉള്ള, അല്ലെങ്കിൽ ആ ചടങ്ങുകൾ നടക്കുമ്പോൾ കൂടെ ഇല്ലാതെ പോയെന്ന് നടക്കുന്നൊരു സ്വകാര്യ ബുദ്ധിമുട്ട് കൂടിയുണ്ട്, വിഷമം കൂടിയുണ്ട്. അപ്പോൾ വെറുതെ അദ്ദേഹത്തെ ആ ദിവസം ദൂരത്തിരുന്ന് ഓർത്തെടുക്കുമ്പോൾ ഇങ്ങനെ ഒന്നിനെയും വിധിക്കാത്തൊരു മനുഷ്യനാണ്. അപ്പം ഈ വിധിക്കാത്ത മനുഷ്യർക്ക് മാത്രമേ പരാതിയില്ലാത്ത സായന്തനം ഉണ്ടാവുകയുള്ളൂ. അത് പെട്ടെന്ന് ഒരു സ്പിരിച്വൽ യുറക്കയായിട്ട് ഉള്ളിലോട്ട് വരികയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സായന്തനം ഇങ്ങനെ പരാതിയില്ലാതെ ആക്കി മാറ്റണമെങ്കിൽ, ഇങ്ങനെ പ്രകാശമുള്ളതാക്കി മാറ്റണമെങ്കിൽ പരിശീലിക്കാവുന്ന ഒരു കാര്യം ഈ വിധിവാചകങ്ങളില്ലാതെ ജീവിക്കുക എന്നുള്ളത്. കാരണം എല്ലാ പരാതികളും വരുന്നത് ഈ ജഡ്മെൻ്റലായിട്ടുള്ളൊരു മനോഭാവത്തിൽ നിന്ന്. എവിടെയും ഏതൊരു മനുഷ്യനും പുലർത്താവുന്ന ഏറ്റവും ക്വാളിറ്റിയുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ ഒന്നിനോടും വിധിക്കാതെ ജീവിക്കുക എന്നുള്ള. വാസ്തവത്തിൽ അത്തരം ചില ചായ്വുകൾക്കകത്തുനിന്നാണ് ഇപ്പോൾ നമ്മൾ ഈ പരാമർശിച്ച ഒരു അപരാധത്തിലേക്ക് നമ്മളിങ്ങനെ കൂപ്പുകുത്തുന്നത്. ഒരു പാപമായിട്ട് തന്നെ ഈ പരാതിയെ കണ്ടെന്നല്ല. ആ വാക്ക് ഉപയോഗിക്കുന്നത് വളരെ ബോധപൂർവമായിട്ടാണ്. കാരണം ഹീബ്രു ഭാഷയിൽ ഈ പാപം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മിസ്സിങ് ദ മാർക്ക് എന്ന, ഒരു ലക്ഷ്യം തെറ്റുന്ന, ഒരു ഉദ്ദേശം തെറ്റുന്ന ഒരു പരിപാടിയുടെ പേരാണ് ഈ പാപം എന്ന് പറയുന്നത്. ഒരു ക്വാളിറ്റി ലിവിങ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഒരു അഴകുമുള്ള ജീവിതമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ ഭംഗിയെ തടസ്സപ്പെടുത്തുന്ന എന്തോ ഒരു അംശം ഈ പരാതിയിലുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്ന കണക്ക് അത് അത്ര സില്ലിയായിട്ട് എടുക്കേണ്ട ഒരു കാര്യമായിട്ട് എടുക്കണ്ട. ഒരുതരം ഹോൾനെസ്സിനെ ബാധിക്കുന്നൊരു കാര്യമാണ്. എന്താ ഈ വിശുദ്ധി എന്നൊക്കെ പറയുന്നത്? അതിങ്ങനെ ബൈബിളൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്ന കണക്ക് 153 മത്സ്യം കുരുങ്ങിയിട്ടും പൊട്ടാത്ത വലയാണ്, ഇങ്ങനെ തുന്നലില്ലാത്ത അങ്കിയാണ്. അപ്പോൾ ഒരു തരത്തിലും ഒരു പാച്ച് വർക്കില്ലാത്ത, ഒരു തരത്തിലും തുന്നലുകൾ ആവശ്യമില്ലാത്ത, ഒരു തരത്തിലും വലക്കണികൾ പൊട്ടാത്ത ഒരു ഹോളായിട്ടുള്ള സമഗ്രമായ ജീവിതത്തെ വിളിക്കുന്ന വാക്കാണ് വിശുദ്ധിയെങ്കിൽ ആ സമഗ്രതയുടെ ഭംഗിയെ കെടുത്തുന്ന, ആ സമഗ്രതയെ ശിഥിലമാക്കുന്ന ഒരു ഗൗരവമായ അപരാധമായിട്ട് പരാതിയെ കണ്ടെന്നല്ല. വ്യക്തിബന്ധങ്ങളിലൊക്കെ അതുണ്ടാക്കുന്ന പരിക്കുകൾ വളരെ വലുതാണ്. വിശേഷിച്ചും ഈ ദാമ്പത്യത്തിലൊക്കെ അതെന്തുമാത്രം അനിഷ്ടങ്ങളാണ് സൃഷ്ടിച്ചെടുക്കുന്നത്. യൗവനത്തിലൊക്കെ നിങ്ങൾ പറയുന്ന പരാതി ചിലപ്പോൾ കുറച്ചുകൂടി സ്പോർട്ടീവായിട്ട് നിങ്ങളുടെ പങ്കാളി എടുക്കും. ഞാനിപ്പോൾ കൂടുതലും സംസാരിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത് പ്രായമുള്ള മനുഷ്യരാണ്. അപ്പോൾ അവർ പറയുന്നത് പഴയത് കണക്ക് ഇത്തരം പരാതികളും ഇത്തരം ബ്ലെയിമിങ്ങും ഒന്നും എടുക്കാനായിട്ട് പറ്റുന്നില്ല അച്ഛനാണ് പറയുന്നത്. അതിനുള്ള ആരോഗ്യമില്ലെന്നാണ് പറയുന്നത്. ചുരുക്കത്തിൽ ഏതൊരു ദിവസമാണ് ഈ കൂടെ പാർക്കുന്നവരുടെ പരാതി അതിൻ്റെ ഒരു സ്പോർട്ടീവ് സെൻസിൽ മറ്റുള്ളവർക്ക് എടുക്കാൻ പറ്റാതെ പോകുന്നത്, ആ നിമിഷം തൊട്ട് ഐ വൗച്ച് ഈ വീടെന്നൊക്കെ പറയുന്നത് ലോകത്തെ ഏറ്റവും കഠിനമായ അനുഭവമായിട്ട് മാറും. അപ്പോൾ ഒരു കോഷൻ എന്ന നിലയിൽ വെറുതെ ബൈബിള് വെച്ച് നീട്ടുന്ന ഈ പരാതി സങ്കല്പത്തെ മനസ്സിൽ വെച്ചാൽ നല്ലതാണ്. പുതിയ നിയമത്തിലൊക്കെ കൃത്യമായിട്ട് പൗലോസൊക്കെ പറയുന്നുണ്ട്. ഫിലിപ്പീൻസിനൊക്കെ എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, ഇങ്ങനെ പരാതികളില്ലാതെ ജീവിക്കുക, ഒന്നിനോടും പരാതിപ്പെടാതെ ജീവിക്കുക എന്നൊക്കെ ഉള്ളത്. വെറുതെ നമ്മുടെയൊക്കെ ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയുന്ന യേശുവാണ്. പരാതിപ്പെടാനായിട്ട് 10,000 കാരണങ്ങളുണ്ടായിരുന്ന ഈ മനുഷ്യൻ ഇങ്ങനെ ഒന്നിനോടും പരാതിപ്പെടാതെ കടന്നുപോയി. ഒന്നിനോടും പരാതിപ്പെടാതെ എന്തുമാത്രം ക്ലേശങ്ങളിലൂടെ കടന്നുപോയ ഈ മനുഷ്യൻ ആ ക്ലേശങ്ങളെ മുഴുവൻ സംഗ്രഹിച്ചത് ഒറ്റ വാക്കുകൊണ്ടാണ്, അല്പനേരത്തേക്ക് ഞാൻ മനുഷ്യൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും. അത്രയേ ഉള്ളൂ. അതിന് മീതെ ഒരു തർക്കവും ഇല്ല. അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്ന് ചോദിക്കുന്നില്ല. ഇതുകൂടി ചേർന്നിട്ടൊരു പാക്കേജായിട്ട് ജീവിതത്തെ കാണാൻ പറ്റുന്ന വലിയ പൊൻപ്രകാശത്തിൽ നിന്നിട്ടാണ് തമ്പുരാൻ കടന്നു പോകുന്നത്.
അല്പനേരത്തേക്ക് മനുഷ്യർ എല്ലാം ഭംഗിയുള്ളതാണെന്ന് പറയാനല്ല ശ്രമിക്കുന്നത്. എല്ലാം ഭംഗിയുള്ളതാണെന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ തലയിൽ ആൾപ്പാർപ്പ് പാടില്ല. പല കാര്യങ്ങളും ഭംഗിയില്ലാത്തതാണ്. പല മനുഷ്യരുടെ ഇടപെടലുകൾക്കകത്തും ഈ കുലീനതയുടെ ഒരു പ്രതിസന്ധി ഉണ്ട്, കുലീനതയുടെ ഒരു ആബ്സെൻസ് ഉണ്ട്. പക്ഷെ അത് വെറുതെ ലൈഫിൻ്റെ ഒരു പാക്കേജായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ പരാതിയില്ലാതെ ജീവിക്കാനായിട്ടുള്ള ഏറ്റവും ബേസിക്കായിട്ടുള്ള ഘടകം. എങ്ങനെയാണ് ഈ പരാതിയില്ലാത്തൊരു ജീവിതത്തെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടത്? അതിന് ഒത്തിരി വഴികളുണ്ടാവാം. പക്ഷെ എനിക്ക് വളരെ കൃത്യമായിട്ട് തോന്നുന്നൊരു കാര്യം നമ്മുടെ ഈ സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കുക എന്നുള്ള ഈ ജീവിതത്തിൻ്റെ ഒരു കൃതജ്ഞതാ മനോഭാവം ഇങ്ങനെ ആഴപ്പെടുന്നതനുസരിച്ചിട്ട് നമുക്കിങ്ങനെ പരാതിപ്പെടാനായിട്ട് അവകാശമില്ലെന്ന് തോന്നും. ഒന്നോർത്താൽ എന്തുമാത്രം കൃതജ്ഞതയിൽ ജീവിക്കേണ്ട മനുഷ്യരാണ്. ഈ സെൻ പാരമ്പര്യത്തിലൊക്കെ ഉള്ള ഒരു കഥ ഇങ്ങനെയാണ്. ഒരു മനുഷ്യൻ അയാൾ വിചാരിക്കുകയാണ് അയാളുടെ ഗുരു അയാളെ തേടി അയാളുടെ റെസ്റ്റോറൻറ്റിൽ വരും. ഇത് ഇയാളുടെ സ്നേഹിതരോട് പറയുമ്പോൾ അവർക്ക് വാസ്തവത്തിൽ ചിരിയാണ്. റെസ്റ്റോറൻറ്റിലേക്ക് ഗുരു വരുമോ? ഗുരുക്കന്മാർ പാർക്കുന്ന ഹെർമിറ്റുകളിലാണ്. നിങ്ങൾക്ക് അവരെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ പോയി കാണണം. പക്ഷേ ഈ മനുഷ്യൻ പറയില്ല, വളരെ തിരക്ക് പിടിച്ചൊരു ജീവിതമാണ്. നിയതി എന്നിൽ നിന്ന് ഒരു രൂപാന്തരീകരണം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ദൂതുമായിട്ടൊരു മനുഷ്യൻ ഇതേ ഇടത്തിലേക്ക് വരും. അതുകൊണ്ട് തന്നെ അയാൾ ഈ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്ന ഓരോ മനുഷ്യരെയും ഇങ്ങനെ കൃത്യമായിട്ട് നിരീക്ഷിക്കുമായിരുന്നു. ഒരു ദിവസം വയോധികനായ ഒരു മനുഷ്യൻ ഈ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നു. കുട്ടികളാണ് ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ. അവർക്ക് ടീ സെറമണി എന്ന് പറഞ്ഞ ഒരു കുറച്ചുകൂടി ആഘോഷമായിട്ട് ചായ വിളമ്പുന്ന രീതിയുണ്ട്. അപ്പോൾ ആ ടീ സെറമണിയുടെ ഭാഗമായിട്ട് ആ ഒരു പ്രത്യേക വസ്ത്രമൊക്കെ ധരിച്ചൊരു കുട്ടി ഒരു പാത്രം കാപ്പിയോ ചായയോ ഒക്കെ ആയിട്ട് ഇയാളുടെ മുമ്പിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ഈ മനുഷ്യൻ തീരെ വയ്യ. അയാൾ അവിടെ നിന്ന് പിടിച്ചിങ്ങനെ എണീറ്റിട്ട് ഈ കുട്ടിയെ നമസ്കരിക്കുക. ജപ്പാനീസ് ഒരു നമസ്കാര രീതി നിങ്ങൾക്കറിയാം. ഈ തല വന്നിട്ടിങ്ങനെ മുട്ടും. ആ ശരീരഭാഷയുടെ അർത്ഥം എൻ്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങളുടെ പാതി വലിപ്പം എനിക്കുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടി ഉയരമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അതാണ് എൻ്റെ സൂചന. അപ്പം അതേ പാരമ്പര്യത്തിൽ തളർത്തൊരു കുഞ്ഞിന് അതിൻ്റെ അർത്ഥം മനസ്സിലായി. ഒരു കുട്ടി വാവിട്ട് കരയുക. ഈ ഒരു 80 കഴിഞ്ഞൊരു മനുഷ്യൻ ഒരു 8 വയസ്സുള്ള കുഞ്ഞിൻ്റെ മുമ്പിൽ ഇങ്ങനെ തന്നോളം വലിപ്പമുള്ള കുട്ടിയെന്ന അർത്ഥത്തിൽ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുമ്പോഴേക്കും ഈ കുട്ടി വാവിട്ട് കയറി കണ്ണ് തുടച്ചുകൊണ്ടാണ് അവൻ പിന്നെ ബാക്കിയുള്ള ഓരോ കാര്യങ്ങൾ ഏർപ്പെടുന്നത്. ഇതൊക്കെ ഈ തൻ്റെ ക്യാബിലിരുന്നു കൊണ്ട്, തൻ്റെ കൗണ്ടറിലിരുന്നു കൊണ്ട് ഈ റെസ്റ്റോറൻ്റ് ഉടമ കാണുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് ഈ മനുഷ്യൻ പുറത്തേക്ക് പോകുമ്പോഴേക്കും ഇയാളുടെ അടുക്കൽ ചെന്നിട്ട്, ഈ വയോധിൻ്റെ അടുക്കൽ ചെന്നിട്ട് നമസ്കരിച്ചുകൊണ്ട് ഇയാൾ പറഞ്ഞു, ഒരു കോപ്പ് ചായയോടും അത് വിളമ്പിയ ഒരാളോടും അങ്ങേക്ക് ഇത്രയും കൃതജ്ഞതയുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തോടും അത് വിളമ്പിത്തരുന്ന ചൈതന്യത്തോടും അങ്ങേക്ക് എന്തുമാത്രം കൃതജ്ഞതയുണ്ടാകും. അന്ന് ഈ വയോധിൻ്റെ പിന്നാലെ ഇറങ്ങിപ്പോവുകയാണ് ഈ മനുഷ്യൻ. അപ്പോൾ നിങ്ങൾ സ്പിരിച്വലാകുക എന്നതിൻ്റെ അർത്ഥം തന്നെ ഇങ്ങനെ ജെനുവിൻലി ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ള. എത്ര അഗാധമായിട്ട് ഗ്രേറ്റ്ഫുള്ളായിട്ട് ജീവിക്കാനാവുമോ അത്രയും ഈ പരാതി എന്ന് പറയുന്നൊരു കാര്യം നിങ്ങളുടെ ഒരു പ്രത്യേക ഒരു ശ്രദ്ധയോ നിങ്ങളുടെ പ്രത്യേക അധ്വാനവും ഇല്ലാതെ താനെ കൊഴിഞ്ഞു പോകും. ഒരാൾ പരാതിപ്പെടുന്നുള്ളതിൻ്റെ അർത്ഥം അയാളുടെ കൃതജ്ഞതാ മനോഭാവത്തിന് എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുള്ളതാണ്. പിന്നെ സ്വാഭാവികമായിട്ട് ഈ വേദപുസ്തകമൊക്കെ പറയുന്ന ദാനബോധത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് പരാതിപ്പെടാനായിട്ട് അവകാശമില്ല. ഭൂമിയുടെ അതിരുകളിലേക്ക് തൻ്റെ സാർത്ഥ വാഹക സംഘത്തെ അയക്കുമ്പോൾ നസ്രത്തിലെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, എപ്പോഴും ഓർമ്മിക്കണം, നിങ്ങൾക്ക് ദാനമായിട്ട് കിട്ടും. കുറച്ചുകൂടി അതിൻ്റെ ഷാർപ്പായ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, ഗോ അബൌട്ട് ലൈക്ക് ബഗേഴ്സ്. ഇങ്ങനെ യാചകരെ കണക്ക് സഞ്ചരിക്കാനാണ് പറയുക. എന്താണ് യാചകൻ്റെ പ്രത്യേകത? യാചകന് ഒരു തരത്തിലും ഇങ്ങനെ ഒന്നിനോടും പരാതിപ്പെടാൻ അവകാശമില്ല. കാരണം ഒക്കെ അയാൾക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ അയാളുടെ ഭിക്ഷാപാത്രത്തിലേക്ക് നിങ്ങൾ ചൊരിഞ്ഞ ആ സുഹൃതത്തിൻ്റെ ബെനവളൻസിൻ്റെ പൊന്നാണയങ്ങളാണ്. അതുകൊണ്ട് അയാൾക്ക് ജീവിതത്തോട് പരാതിപ്പെടാൻ അവകാശമില്ല. ഈ ഭിക്ഷാടനം എന്ന് പറയുന്നൊരു ക്രമം ക്രിസ്തീയ സമൂഹത്തിലുണ്ടായിരുന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയി. നമ്മളിപ്പോൾ ഒരു മെൻഡിക്കൻ സമൂഹങ്ങളെക്കുറിച്ചൊക്കെ പരാമർശിക്കുമ്പോൾ ഈ അലഞ്ഞടക്കുന്ന സന്യാസ സമൂഹങ്ങൾ വിളിക്കുന്ന വാക്കാണ് മെൻഡിക്കൻസ് എന്ന് പറയുന്നത്. മെൻഡിക്കൻ സമൂഹങ്ങളെക്കുറിച്ചൊക്കെ പരാമർശിക്കുമ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രം പലപ്പോഴും പരാമർശിക്കപ്പെടുന്നില്ല. നമ്മൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബുദ്ധിസ്റ്റെക്കുറിച്ചാണ്. അതുപോലെ തന്നെ ശക്തമായിട്ട്
മനുഷ്യർ യാചകരെ കണക്ക് ജീവിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു ക്രിസ്ത്യാനിറ്റിക്ക്. ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഒരു 3-ാം നൂറ്റാണ്ടിൽ ഈ ചക്രവർത്തി ആ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നു എന്നുള്ളത് രണ്ട് തരത്തിൽ നിങ്ങൾക്ക് വായിക്കാം. ഒന്നൊരു പക്ഷേ ഒരു വലിയൊരു കൺവേർഷൻ്റെ കഥയായിട്ടും ഒരു ദേശം ഒരു പ്രത്യേക മാർഗത്തിലേക്ക് വന്നതിനെ കഥയായിട്ട് വ്യാഖ്യാനിക്കാം. പക്ഷെ അതിനോടൊപ്പം തന്നെ ഒരു ഭരണകൂടവുമായി ബന്ധപ്പെട്ടു സംഭവിക്കാവുന്ന എല്ലാ ഹീനതകളും എല്ലാ അഴുക്കുകളും ഒരുപക്ഷെ ഈ സഭാഗാത്തത്തിലേക്ക് വന്നു എന്നതിനർത്ഥമുണ്ട്. ഒരു ഡീജനറേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ചാണ് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഭിക്ഷാടനം അവസാനിക്കുന്നത്. പക്ഷെ അതുവരെ ഇങ്ങനെ ഭിക്ഷുക്കളായിട്ട് ജീവിക്കാനായിട്ട് 3 നൂറ്റാണ്ടുകളിലും ഭിക്ഷുക്കളായിട്ട് ജീവിച്ച ഈ മനുഷ്യർക്ക് ഒന്നിനോടും പരാതി പറയാൻ അവകാശമില്ല. കാരണം ഭിക്ഷാടനത്തിൻ്റെ ഒരു നിയമം തന്നെ അതാണ്, ഒരു തർക്കവും ഇല്ലാതെ എന്താണോ നിങ്ങൾക്ക് ചൊരിഞ്ഞ് കിട്ടുന്നത് അതിന് മീതെ കൃതജ്ഞത പറഞ്ഞ് ഭക്ഷിക്കുക എന്നുള്ള. വസ്തുതയിൽ ബുദ്ധയുടെ മരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളതാണ് വായിച്ചെടുക്കുന്നത്. ബുദ്ധ വാർദ്ധക്യത്തിൽ തന്നെയാണ് മരിക്കുന്നത്. പതിവ് പോലെ ഇങ്ങനെ ഭിക്ഷാടനത്തിന് പോകുന്നു. അന്ന് അയാളുടെ ഭിക്ഷാപാത്രത്തിലേക്ക് ആരോ ചൊരിഞ്ഞിട്ടത് പഴകിയ പന്നിമാംസമാണ്. ബുദ്ധ സസ്യാഹാരിയാണ്, ഇതുമായിട്ട് പരിചയപ്പെട്ടിട്ടില്ല. കൂടാതെ ഇതിങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ മോശമാണ്, കണ്ടാമിനേറ്റഡാണ്. അത് ഭക്ഷിച്ച് ഈ അജീർണം വന്നിട്ടാണ് ബുദ്ധ മരിക്കുന്നതിനെ ഒരു ഇമ്മീഡിയറ്റ് കോസായിട്ട് കരുതപ്പെടുക. അപ്പം അത് വാസ്തവത്തിൽ ബുദ്ധയുടെ ഒരു ചോയ്സിനേക്കാൾ കൂടുതലായിട്ട് ഭിക്ഷാട സമൂഹങ്ങളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നിയമം പരിശീലിക്കാനും നിലനിർത്താനും ആചാര്യം ശ്രമിച്ചുള്ളെന്ന് മാത്രമല്ല. കാരണം പാത്രത്തിലേക്ക് ചൊരിഞ്ഞ ഒന്നിനെക്കുറിച്ചും പരാതിപ്പെടാനായിട്ട് അവകാശമില്ല. അപ്പോൾ കംപ്ലയിൻറ്റ് ഈസ് എൻ ഇൻസൾട്ട് ടു ഗോഡ്. ജീവിതത്തെ നമ്രതയോടെ സ്വീകരിക്കുന്നവർക്ക്, ജീവിതത്തെ ദാനമായിട്ട് മനസ്സിലാക്കിയവർക്കൊന്നും പരാതി പറയാനായിട്ട് അവകാശമില്ല. തൃപ്തിയാണ് ലോകത്തെ ഏറ്റവും മനോഹരമായ മനോഭാവം. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ടിങ്ങനെ കിളികളിങ്ങനെ പഴങ്ങൾ തിന്നുന്ന കണ്ടിട്ട് എൻ്റെ ഒരു സ്നേഹിത പറയുന്നത്, എന്ത് തൃപ്തരായിട്ടാണ് ഈ കിളികൾ പഴം തിന്നുന്നത്. മനുഷ്യാവട്ടെ തിന്നുന്ന എല്ലാ കനികളുടെയും മീതെയും പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് ചിലപ്പോൾ ഭക്ഷണമാവാം, അല്ലെങ്കിൽ ഒരു സഹശയനമാവാം. താങ്ക് യു. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.